ഹലോ ഗൈസ്, എല്ലാവർക്കും LM2 ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൻ്റെ ഒക്കെ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാമെന്നാണ്. ഇതേ ഫീച്ചർ വെച്ച് നമുക്ക് ഫേസ്ബുക്കിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആകട്ടെ യൂട്യൂബ് ആകട്ടെ നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയുടെ എന്തെങ്കിലും വെബ്സൈറ്റോ എന്തെങ്കിലും ആവട്ടെ നമുക്ക് അതിൻ്റെ എല്ലാം ഇതേപോലെ അല്ലെങ്കിൽ ഇതേ മെത്തേഡിൽ നമുക്ക് QR കോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ പറയാൻ പോകുന്ന അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന flowcode എന്ന് പറയുന്ന QR കോഡ് ജനറേറ്ററാണ്. ഇത് എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ നോക്കിയപ്പോൾ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടമായി ഞാൻ കണ്ടു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റ് തന്നെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് മിക്ക വെബ്സൈറ്റുകളിലും ഏറെക്കുറെ ഇതേപോലെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെബ്സൈറ്റുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ എന്തായാലും നിങ്ങളോട് ഉപയോഗിക്കാൻ പറയുന്നത് flowcode QR കോഡ് ജനറേറ്ററാണ്. അതിനായി ഞാൻ ഇവിടെ flowcode QR കോഡ് ജനറേറ്റർ എന്ന് പറഞ്ഞ് മുമ്പ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിലേക്ക് ഒന്ന് സെലക്ട് ചെയ്തു എന്നിട്ട് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ കഴിയും. ക്രിയേറ്റ് യുവർ ഓൺ QR കോഡ്, ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് QR പ്രൊവൈഡർ flowcode. അപ്പം ഞാൻ ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഫീച്ചേഴ്സ് കാണാൻ കഴിയും. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗൂഗിൾ ഐഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ വെച്ച് നിങ്ങൾക്ക് ഇത് സൈൻ അപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ ഇതിന് തൊട്ട് മുമ്പേ ഇത് സൈൻ അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ അത് കാണിക്കാത്തത്. അതിനുശേഷം നിങ്ങൾ സൈൻ അപ്പ് ചെയ്ത് ഉടനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളുടെ flowcodeന് കൊടുക്കുന്ന ഒരു നെയിം, ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം തന്നെയാണ് ഇവിടെയും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ LM2 ക്രിയേഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ക്രിയേറ്റ് യുവർ flowcode എന്ന് പറഞ്ഞതിൽ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ വീണ്ടും ഇതുപോലത്തെ ഒരു പേജിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചധികം പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ പറ്റട്ടെ. ഇതിൻ്റെ പ്രോ ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇത് പെയ്ഡ് വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പ്രോ വെർഷൻസ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇൻപുട്ട് ദ നമ്പർ ഓഫ് അതൊന്നും നമുക്ക് ചെയ്യാക്കില്ല. ഞാൻ ഇനി ഇവിടെ സ്കാൻ ദ ഡെസ്റ്റിനേഷൻ ഇതിൽ യൂട്യൂബ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇതിൽ യൂട്യൂബിൻ്റെ ആണ് കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ യൂട്യൂബ് സെലക്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റർ എ ലിങ്ക് ടു യുവർ യൂട്യൂബ് പേജ് ഓർ വീഡിയോ. ഇനി നമുക്ക് യൂട്യൂബ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൻ്റെ മൊത്തത്തിലുള്ള പേജിലേക്ക് വരുന്നത് മാത്രമല്ല ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്താൽ അവർക്ക് ആ വീഡിയോയിലേക്ക് ഡയറക്റ്റായി എത്താം. അല്ലാതെ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നമ്മളിപ്പോൾ ഒരു വർഷം മുമ്പിട്ട വീഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിന് ഇത്തിരി പാടായിരിക്കും തപ്പിപ്പിടിക്കാൻ. ഇതപ്പോൾ ഡയറക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ അവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ചാനലിൻ്റെ കസ്റ്റം URL ID ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയും. ഐ വാണ്ട് മൈ flowcode ടു ലുക്ക് ലൈക്ക് ദ നെയിം LM2 ക്രിയേഷൻസ് എന്ന് പറഞ്ഞ്. ഇനി ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അടിയിൽ സേവ് ഡിസൈൻ സ്റ്റാൻഡേർഡ്, നമുക്ക് ഇത് എങ്ങനെയൊക്കെ വേണമെന്നുള്ള കാര്യം ഡിസൈൻ ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടില്ല, സ്റ്റാൻഡേർഡിലാണ് കിടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഡിസൈൻ യൂസിങ് ദ ഓട്ടോ ഡിസൈൻ ടൂളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 കളേഴ്സോളം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ ഒരു 3 കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താഴോട്ട് നോക്കി അതിൻ്റെ കുറച്ച് പ്രൊജക്ഷൻ കാണാൻ കഴിയും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ യുവർ ലോഗോ, നമ്മുടെ ചാനലിൻ്റെ ലോഗോ വേണമെങ്കിൽ ഇതിൻ്റെ മിഡിലായിട്ട് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ അതിനു വേണ്ടി എൻ്റെ ലോഗോ ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അതിന് ഞാൻ അപ്ലോഡ് എന്ന് പറഞ്ഞതിൽ സെലക്ട് ചെയ്തു.
അപ്പോൾ എൻ്റെ ഗാലറിയിലോട്ട് പോയി ഞാൻ ഗാലറിയിൽ നിന്ന് എനിക്ക് വേണ്ട ലോഗോ സെലക്ട് ചെയ്തു ഡൺ അടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം മിഡിലായിട്ട് നമ്മുടെ ലോഗോ ഇവർ ആട്ടോ ആയിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ പല കളറിലും ഇത് കാണാൻ കഴിയും. ഇനി അടുത്ത് ഞാൻ ഇതിൽ നിന്ന് അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സംഭവം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഈ ഒരു സംഭവം ഈ ഒരു ബ്ലാക്ക് തന്നെയാണ് സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഞാൻ ഈ സംഭവമാണ് സെലക്ട് ചെയ്തത്, ബ്ലാക്ക് കളറ്. പിന്നെ അടുത്ത് പ്രീമെയ്ഡ് ടെംപ്ലേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. അതിലേക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ യൂട്യൂബിൻ്റെ ഐക്കൺ തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ഇപ്പം നമ്മൾ നടുക്ക് ലോഗോ വയ്ക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ ലോഗോ വേണമെങ്കിൽ കൊടുക്കാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇത്തിരിയും കൂടെ വൃത്തിയെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് പോയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ലോഗോ വീണ്ടും അപ്ലോഡ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഞാൻ യൂട്യൂബ് തന്നെയാണ് ഇവിടെ വീണ്ടും സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും മാറ്റാനാണെങ്കിൽ ഡിസൈൻ യൂസിങ് ദ ഓട്ടോ ഡിസൈൻ ടൂളിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് മാറ്റാൻ കഴിയും. അതെ, അതിലേക്ക് വരുമ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യവും വരുന്നില്ല. നമ്മുടെ ആ ലോഗോ അവിടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസൈൻ ഐ മെയ്ഡ് ഫ്രം ദ സ്ക്രാച്ച്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഇനി അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അവിടെ ഞാൻ വീണ്ടും ഒന്ന് ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് കളയാം. ഇനി അടുത്തായിട്ട് നോക്കാം, ക്രിയേറ്റ് മൈ ഫ്ലോക്കോഡും ഉണ്ട്, ക്രിയേറ്റ് ആൻഡ് ഡൗൺലോഡ് ഫ്ലോക്കോഡും ഉണ്ട്. അതിൽ ക്രിയേറ്റ് മൈ ഫ്ലോക്കോഡ് ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പം നമ്മുടെ എന്തുകൊണ്ട് ഫ്ലോക്കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ QR കോഡ് ഇവിടെ ജനറേറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ മെനുവിൽ എന്തുവാണ് അത് ഞാൻ പിന്നെ പറയാം. മെനുവിൽ നിൽക്കുമ്പോൾ ഇവിടെ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പ്രിൻ്റ് നിൽക്കുമ്പോൾ ഗെറ്റ് ഇറ്റ് പ്രിൻറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. അതിലേക്കൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മഗ്ഗിൽ, അല്ലെങ്കിൽ ഈ ഒരു സർക്കിൾ സ്റ്റിക്കേഴ്സായിട്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ QR കോഡ് നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്ത് QR കോഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇപ്പം ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല. ഞാൻ ഇവിടെ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് ടു LM2 ക്രിയേഷൻസിലോട്ട് പോയിട്ടുണ്ട്. ഇനി അതുപോലെ ഇവിടെ നോക്കുമ്പോൾ പ്രസ് ഡൗൺ ഓൺ യുവർ ഫ്ലോക്കോഡ് ആൻഡ് സേവ് ടു ദ ഫോട്ടോസ് ഓർ ദ ക്ലിപ്പ് ബോഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ്. ഇതിലേക്ക് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ബാക്ക് അടിച്ചോട്ടെ. ഇങ്ങനെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻസ് കാണാമെങ്കിലും ഇതിൽ ഡൗൺലോഡ് ഇമേജിൽ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. പിന്നെ എഡിറ്റ് കോഡ് ഡീറ്റെയിൽസ് നമുക്ക് ഭാവിയിൽ നമ്മൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ എന്തെങ്കിലും മാറ്റണമെങ്കിൽ ഇതിൽ കുറച്ച് നമുക്ക് ചേഞ്ചസ് ചെയ്യാം. അതുപോലെ ഇതിൽ ഫുൾ കാര്യങ്ങളും ഇവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയും. പിന്നെ ഇത്തിരി ടോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു കോഡ് അനാലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു QR കോഡ് എത്ര പേര് കണ്ട്, എപ്പം കണ്ട് എന്നൊക്കെ ഉള്ള കാര്യം, അല്ലെങ്കിൽ ഇന്ന് എത്ര പേര് കണ്ട്, 1 മന്തിൽ എത്ര പേര് കണ്ട്, എപ്പോൾ കണ്ട് എന്നൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഇതിൽ ഒരു ഡെമോ വീഡിയോ ഉണ്ട്, അത് വേണമെന്നവർക്ക് അത് ചെയ്യാം. ഞാൻ ഇപ്പോൾ അതിന് നിൽക്കുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു QR കോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ flowcode എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു QR കോഡ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടേക്കാണ് ഗാലറിയിലോട്ട്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നറിയണം. അതിനായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഗൂഗിളിലേക്ക് പോയി ഗൂഗിളിൽ നേരത്തെ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു വിടുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഗൂഗിളിലായിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ തന്നെ അവരൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, ഗൂഗിൾ ക്യാം. അതിലേക്ക് ഒന്ന് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ, ആ ഒരു പിക്ക് ഇവിടെ സെലക്ട് ചെയ്തു. ആ പിക്കല്ല, നമ്മുടെ QR കോഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊന്ന് നമ്മൾ ഇങ്ങനെ ഗൂഗിൾ ലെൻസിൽ വെച്ച് നമ്മളൊന്ന് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്യുന്ന ടൈമിൽ അടിയിലായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് കോപ്പി URL ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ഞാൻ വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും LM2 ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഒഫീഷ്യൽ പേജിലേക്കാണ് ഇവിടെ പോയിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ആകട്ടെ, യൂട്യൂബിൻ്റെ ആകട്ടെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ എന്തിൻ്റെ ആയാലും നിങ്ങൾക്ക് ഒരു QR കോഡ് വളരെ എളുപ്പത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഒരു ജസ്റ്റ് ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയും. ഇനി ഞാൻ ഈ ഒരു flowcode എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പല വെബ്സൈറ്റുകളും ഗൂഗിളിൽ അവൈലബിൾ ആണ്, അതിലൊക്കെ ചെയ്ത് നോക്കാം. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു വെബ്സൈറ്റും കൂടെ കാണിച്ചു തരാം. ദ QR കോഡ് ജനറേറ്റർ എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ഞാൻ അതും ഒന്ന് കാണിച്ചു തരാം. ഞാൻ അതിനായിട്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ആ ഒരു ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ ആ ലിങ്ക് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് നമ്മുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കൺവേർട്ട് ടു ഡൈനാമിക് ഷോർട്ടൺ URL എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ലിങ്ക് ഇത്തിരി മാക്സിമം അത് ചെറുതാവുന്നതാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതൊന്ന് കൊടുത്തു. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. അതിലേക്കൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടാം. ഷെയർ ഞാൻ ഇവിടെയും എൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ അടുത്ത കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ പേര്, അതുപോലെ ഇവിടെയൊക്കെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല, ബ്ലാങ്കായിട്ട് ഇടുകയാണ്. പിന്നെ ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ആൻഡ്രോയിഡ് ആപ്പിൽ എന്ത് URL ആണോ കൊടുക്കേണ്ടത് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര്. പിന്നെ ഐഫോൺ ആണ് എങ്കിൽ അവിടെ ഏത് URL. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലേക്കും കൊടുക്കുന്നത് ഇതേ സെയിം URL ID തന്നെ ആയിരിക്കും. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് LM2 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അത് ഐഫോണിലേക്ക് വരുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ URL ID വ്യത്യാസമായിരിക്കും. അതുപോലെ ആൻഡ്രോയിഡ് ഫോണിലോട്ടും അതുപോലെ കമ്പ്യൂട്ടറിലോട്ടും ഒപ്പം അതിൽ സപ്പോർട്ടാവുന്ന ചില ആപ്ലിക്കേഷനെ മാത്രമേ അതിലേക്ക് നമുക്ക് സ്കാൻ ചെയ്യാൻ ഒക്കൂ. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഒരേ ലിങ്ക് ആയതുകൊണ്ട് തന്നെ, അതും ഞാൻ കസ്റ്റമൈസ് ചെയ്ത URL ID ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അത് തന്നെ സെലക്ട് ചെയ്തു. പിന്നെ ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം. ഞാൻ ഇവിടെ അതും കൊടുക്കുന്നില്ല. പിന്നെ SMS അതിൻ്റെ ആവശ്യം ഇല്ല. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ
3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സൈസ് വേണമെന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് അത് കസ്റ്റമിൽ നിൽക്കി ഒന്ന് 500 കൂട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. വൈറ്റ് മാർജിൻ ഹൈഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വേണ്ട, അതുകൊണ്ട് ഹൈഡ് മാർജിൻ കിടന്നോട്ട് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ടിക്ക് കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷനും അതുപോലെ ഡൗൺലോഡിൻ്റെ ഐക്കണും കാണാൻ കഴിയും. അതിൽ ഡൗൺലോഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫയലിന് എന്ത് പേരാണോ വേണ്ടത് ആ ഒരു പേര് നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. ഞാൻ ഇവിടെ LM2 ക്രിയേഷൻസ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് ഡൗൺലോഡ് ചെയ്തു. പിന്നെ ഇതിൽ വല്ലതും ഉണ്ടോയെന്ന് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും നമ്മൾ ആദ്യം ചെയ്ത വെബ്സൈറ്റിലാണെങ്കിലും ഈ വെബ്സൈറ്റിലാണെങ്കിലും നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒന്ന് സൈനപ്പ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ജസ്റ്റ് ഏതെങ്കിലും നിങ്ങളുടെ ID ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഇതിലോട്ട് ഒരു സൈൻ ഇൻ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ രണ്ടിലും ഇത് ആദ്യം തന്നെ ചെയ്യണം. പിന്നെ ഞാൻ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത സംഭവം ഇവിടെ ഡൗൺലോഡായി. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ QR കോഡ്. ഇതൊന്ന് ജസ്റ്റ് കോപ്പിയല്ല സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നമ്മൾ ആദ്യം എടുത്ത QR കോഡോ ഈ QR കോഡോ ആര് സ്കാൻ ചെയ്താലും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബല്ല നമ്മുടെ വാട്സപ്പ് വഴിയായാലും നമ്മൾ കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കുന്നവർ ഇതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് നമ്മുടെ പേജിലേക്ക് വരാൻ കഴിയുന്നതാണ്. പിന്നെ അടുത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത ഫ്ലോക്കോഡിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ QR കോഡ് നമ്മുടെ പല ഷേപ്പുകളിൽ നമുക്ക് അത് പ്രിൻ്റ് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടൂ. ഇപ്പം മഗ്ഗിൽ ഒട്ടിക്കുന്ന മഗ്ഗായിട്ട് കിട്ടുന്നതാണെങ്കിൽ അത്, അല്ലെങ്കിൽ പ്രിൻ്റായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ അതൊക്കെ വാങ്ങി നമുക്ക് എവിടെയെങ്കിലും അടുത്തുള്ള ഇടങ്ങളിലൊക്കെ നമുക്ക് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ കാര്യത്തിൻ്റെ സ്ഥലത്ത് നമ്മൾ പോയിട്ട് അല്ലെങ്കിൽ ഒരു കടയുടെയൊക്കെ പോകുമ്പോൾ ആ കടയുടെ അവിടെ നമ്മൾ ഈ ഒരു QR കോഡ് കൊടുത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അവരൊന്ന് ഇതുപോലെ അവിടെ ഒന്നൊന്ന് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ പറഞ്ഞ ഏത് വീഡിയോ ആണോ ആ വീഡിയോയിലേക്കോ അല്ലെങ്കിൽ ആ ചാനലിലേക്കോ ഡയറക്റ്റായിട്ട് അവർക്ക് കയറാൻ കഴിയും. അപ്പോൾ ആ സ്റ്റിക്കറൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബേക്കറിക്കാർക്കാണെങ്കിൽ അതിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അതിൻ്റെ QR കോഡ് മേക്ക് ചെയ്ത് അവിടെ ഇത്തിരി സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവർക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ രണ്ടാമത് ചെയ്ത QR കോഡ് എന്ന് പറയുന്ന ജനറേറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണെങ്കിൽ ആ ഫീച്ചർ ലഭിക്കുന്നില്ല. ഇനി നമ്മൾ രണ്ടാമത് ചെയ്ത ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമതെടുത്ത ഈ ഒരു സംഭവം കൂടി നമ്മളൊന്ന് ഗൂഗിൾ സ്കാനറിൽ വെച്ച് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഗൂഗിൾ ക്യാമറ സെലക്ട് ചെയ്തു. നമ്മൾ ലാസ്റ്റ് എടുത്ത പ്രീവിയസ് ആയിട്ടുള്ള QR കോഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൽ ആ വെബ്സൈറ്റ് എന്ന് പറഞ്ഞതിൽ കണ്ടു, അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് LM2 ക്രിയേഷൻസ് എന്ന് പറഞ്ഞ പേജിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തതെങ്കിൽ ആ ഒരു വീഡിയോ ഡയറക്റ്റായി പ്ലേ ആവുന്നതായിരിക്കും. ഇനി അതുപോലെ നമ്മൾ ഫേസ്ബുക്കാണ് കൊടുത്തതെങ്കിൽ നമ്മൾ നേരെ ഫേസ്ബുക്കിൽ കൊണ്ടുപോകുന്നതുമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ 2 വെബ്സൈറ്റിൻ്റെയും കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് വെബ്സൈറ്റാണെന്ന് കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ